അസം പോലീസ് തനിക്കെതിരെ കേസെടുത്തതിന് പിന്നിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഇടപെടലുണ്ടെന്ന് രാഹുൽ ഗാന്ധി. അമിത്ഷായുടെ കയ്യിലെ റിമോട്ട് കൺട്രോളിലാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പ്രവർത്തിക്കുന്നത്. എത്ര കേസെടുത്താലും താൻ ഭയപ്പെടില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. HBS जिसको कहते हैं उसका कंट्रोलर दिल्ली में बैठा है और वो देश का सबसे बड़ा चीफ मिनिस्टर है. अब पता नहीं कहां से इसके दिमाग में आइडिया आ गया कि वो राहुल गांधी को डरा सकता है. जितने केस लगाने मेरे ऊपर लगा दो, कोई फर्क नहीं पड़ता मुझे. मैं नहीं डरता. मैं बीजेपी से नहीं डरता, मैं आरएसएस से नहीं डरता. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് നേരെയുണ്ടായ അതിക്രമങ്ങളും പോലീസ് വീഴ്ചയും എണ്ണിപ്പറഞ്ഞ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അമിത്ഷായ്ക്ക് കത്തയച്ചു. രാഹുൽ ഗാന്ധിക്ക് മതിയായ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ അസം പോലീസ് അലംഭാവം കാണിച്ചെന്നാണ് ആരോപണം. രാജ്യം വെള്ളരിക്കാപട്ടണമായെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചു. ഭാരത് ജോഡോ യാത്ര ആസാമിൽ കയറി അന്നു മുതൽ തുടങ്ങിയതാണ് ഈ പ്രശ്നങ്ങൾ. ഞങ്ങൾ പബ്ലിക് പ്രോപ്പർട്ടി ഡിസ്റ്റർബ് ചെയ്തു, പബ്ലിക് പ്രോപ്പർട്ടി നശിപ്പിച്ചു, അതുപോലെ പോലീസുകാരനെ തല്ലിന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളെ പേരിൽ ഇപ്പം വകുപ്പ് കേസെടുത്തിരിക്കുന്നു. ഇങ്ങനെ കേസെടുക്കുകയും ഇങ്ങനെ നമ്മളെ ഭീഷണിപ്പെടുത്തുകയൊന്നും ചെയ്താലും ഈ യാത്ര തടസ്സപ്പെടുത്താൻ അദ്ദേഹത്തിന് പറ്റില്ല. യാത്ര ഓരോ ദിവസം കഴിയുന്നതും അഭൂതപൂർവമായ വിജയമായി മാറുകയാണ്. ജനങ്ങളുടെ പിന്തുണ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇത് ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. ഈ യാത്ര തകർക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തി. അത് പരാജയപ്പെട്ടപ്പോൾ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഇപ്പൊ ബോധപൂർവ്വം കൂടാതെ നടത്തി കള്ളക്കേസ് ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ കള്ളക്കേസ് കണ്ടാലൊന്നും ഞങ്ങൾ പേടിച്ചു പോകാൻ പോകുന്ന പ്രശ്നമില്ല. ശക്തമായി നിയമപരമായി നേരിടുക തന്നെ ചെയ്യും. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, ഈ അസം മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ എങ്ങനെ നേരിടാനാണ് കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നത്? വേണു, അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ നീക്കങ്ങളെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുക എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ ഒരു ലക്ഷ്യം എന്നുള്ളത്. അതിൻ്റെ ഭാഗമായി നിയമപരമായി നേരിടും എന്നുള്ളത് കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി ഈ ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തി തനിക്കെതിരെ കേസെടുത്തതിന് പിന്നാലെ ഇന്ന് ബാർപേട്ടയിൽ വെച്ച് ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ഇന്നത്തെ യാത്ര ആരംഭിക്കുന്ന ഘട്ടത്തിൽ നടത്തിയ പ്രസംഗത്തിലും അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ചത്. ഡൽഹിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ റിമോട്ടിലാണ് ഹിമന്ത ബിശ്വ ശർമ്മ പ്രവർത്തിക്കുന്നത് എന്നും അമിത്ഷയ്ക്കെതിരെ ഒരു വാക്കുച്ചരിക്കാൻ ഹിമന്തയ്ക്ക് കഴിയില്ല, അത്തരത്തിലുണ്ടായാൽ ഉടൻ തന്നെ ഹിമന്തയെ പിടിച്ച് മാറ്റും എന്നത് അടക്കമുള്ള കാര്യങ്ങൾ രാഹുൽ ഗാന്ധി പറഞ്ഞു. കൂടാതെ ഭയപ്പെടുത്തി ഭാരത് ജോഡോ യാത്രയെ തകർക്കാൻ ശ്രമിച്ചാൽ അത് കൂടുതൽ ശക്തമാകുമെന്നും അസമിൻ്റെ സംസ്കാരം അട്ടിമറിക്കാൻ BJPയെയും RSSനെയും അനുവദിക്കില്ല എന്നതടക്കമുള്ള പരാമർശങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഈ സംഭവത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്ത ഒരു പശ്ചാത്തലത്തിൽ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തയച്ചിട്ടുണ്ട്. ഈ കത്തിൽ പ്രധാനമായും ജനുവരി 18 ഭാരത് ജോഡോ ന്യായ് യാത്ര അസമിൽ പ്രവേശിച്ചത് മുതൽ അതിന് നേരെയുണ്ടായ ഓരോ അക്രമ സംഭവങ്ങൾ, പോലീസ് നടപടി ഉൾപ്പെടെയുള്ളവ പരാമർശിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് മതിയായ സുരക്ഷ ഒരുക്കുന്നതിൽ അസം പോലീസ് അലംഭാവം കാണിക്കുന്നുവെന്നും പല ഘട്ടത്തിലും അസം പോലീസ് തന്നെ BJP പ്രവർത്തകർക്ക് രാഹുൽ ഗാന്ധിയുടെ വാഹനത്തിലേക്ക് എത്താൻ വഴിയൊരുക്കിയെന്നും കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു നിർത്തേണ്ട സാഹചര്യമുണ്ടായി എന്നതടക്കമുള്ള പരാമർശങ്ങൾ ഉണ്ട്. രാഹുലിന് മതിയായ സുരക്ഷയൊരുക്കാൻ അസം പോലീസിന് നിർദ്ദേശം നൽകണമെന്നാണ് ആഭ്യന്തരമന്ത്രിക്ക് അയച്ച കത്തിൽ ഈ AICC അധ്യക്ഷൻ ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർക്കെതിരെ കേസെടുത്ത ഒരു പശ്ചാത്തലത്തിൽ കടുത്ത പ്രതിഷേധങ്ങൾക്ക് രാജ്യവ്യാപകമായി തയ്യാറെടുക്കുകയാണ് കോൺഗ്രസ്. ഇന്നലെ ഈ കേസെടുത്തതായി മുഖ്യമന്ത്രി ഹിമന്ത തൻ്റെ എക്സ് അക്കൗണ്ടിലൂടെ അറിയിച്ച് നിമിഷങ്ങൾക്കകം തന്നെ ബംഗളൂരു അടക്കമുള്ള നഗരങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി. സമാനമായി രാജ്യവ്യാപകമായി ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുക എന്ന് തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. വേണു, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.